നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമാകും. കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നു എന്നായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴി. വിപിൻ സി വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. വിപിൻ, രാജ്യം കണ്ട ചരിത്രത്തിലെ ആദ്യത്തെ റേപ്പ് കൊട്ടേഷനാണ്, ബലാത്സംഗ കൊട്ടേഷനാണ്. ആ കൊട്ടേഷൻ കൊടുക്കാനുള്ള ഇന്റൻഷൻ എന്താണ് എന്നതിൽ ഈ മഞ്ജു വാര്യരുടെ മൊഴി ഏറ്റവും നിർണായകമായ ഒരു മൊഴിയാണ്. വിപിൻ. അതെ ആഷ്മി, ഇനി മണിക്കൂറുകൾ മാത്രമാണ് നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാനുള്ളത്. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതിൽ നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം മുതൽ ആദ്യം ഉണ്ടായിരുന്ന മൊഴികൾ മാറ്റിയവർ പലരാണ്. അതിൽ 28ഓളം ആളുകളാണ് മൊഴി മാറ്റി പറഞ്ഞത്. പക്ഷേ അന്നുള്ള അതേ മൊഴി തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ മൊഴി ഇപ്രകാരമാണ്. അതായത്, ഈ കാവ്യയുമായുള്ള ദിലീപിന്റെ ബന്ധത്തിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞത്. ആദ്യം ദിലീപിന്റെ ഫോണിൽ നിന്നാണ് ഈ വിവരങ്ങൾ മഞ്ജു വാര്യർ അറിയുന്നത്. കാവ്യമായുള്ള ബന്ധത്തിന്റെ ചില സൂചനകൾ, ചില വിവരങ്ങൾ ദിലീപിന്റെ ഫോണിൽ നിന്ന് അറിയുന്നു. പിന്നീട് അത് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് അതേക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ കാവ്യമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നോട് ആദ്യം പറഞ്ഞത് ഈ അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നു. അത് വലിയ തോതിൽ തന്നെ സംശയിക്കുകയും അത് മറ്റു പലരോടും ആ രീതിയിൽ തന്റെ ജീവിതം തകർത്തത് ഈ നടിയാണ് എന്നുള്ള നിലയ്ക്ക് പറയുകയും ചെയ്തു എന്നുള്ളതായിരുന്നു മഞ്ജുവിന്റെ ഒരു മൊഴിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അസ്വാരസ്യം അതാണ് പിന്നീട് വിവാഹമോചനത്തിൽ വരെ എത്തിയത് എന്നുള്ളത് മഞ്ജു വാര്യർ പറഞ്ഞു വെച്ചു. എന്തായാലും കാവ്യമായ ബന്ധത്തിന്റെ പേരിൽ വഴക്കുണ്ടായിരുന്നു. കാവ്യമായ ബന്ധം മഞ്ജു വാര്യർ അറിയിച്ചത് ഈ അതിജീവിതയാണ് എന്ന സംശയം ദിലീപിനുണ്ടായിരുന്നു. തുടങ്ങിയ കാര്യങ്ങൾ മഞ്ജു വാര്യരുടെ മൊഴിയാണ്. അത് പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ്. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് മഞ്ജു വാര്യരാണ് എന്നതുകൂടി അതിനോട് ചേർത്ത് വായിക്കാം. എന്തായാലും നാളെ ഈ മൊഴികളുടെ ഒക്കെ ഒരു അന്തിമ ഫലം നാളെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.